ഹലോ, ഇന്ന് ആരി വർക്കിൻ്റെ 15ാമത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിൽ കട്ട് ബീഡിൻ്റെ വർക്കാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്, മെഷീൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, അതേപോലെ അയൺ നീഡിൽ ബീഡ്സിൻ്റെ നീഡിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ബീഡ്സൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഞാൻ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എങ്ങനെയാണ് നീഡിൽ ബീഡ്സ് കോർത്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ മോതിര വിരൽ ഉപയോഗിച്ച് ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാം. ഇതേപോലെ ബീഡിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ നീഡിൽ കുത്തിയതിന് ശേഷം ഈ ഒരു മോതിര വിരലിൽ ലൂസാക്കി ഓരോന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ട് ഇതേപോലെ പിടിക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു നീഡിൽ എത്ര കോർത്തെടുക്കാൻ പറ്റുമോ അത്രയും നമുക്ക് കോർത്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതല്ലെങ്കിൽ നമ്മൾ ബീഡ്സിൻ്റെ മറ്റേ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടിരുന്നു ഷുഗർ ബീഡിൻ്റെ ഇതേപോലെ സ്പീഡിൽ ഇത് ചെരിച്ച് വെച്ച് നമ്മൾ അടപ്പ് ചെരിച്ച് വെച്ചതിന് ശേഷം സ്പീഡിൽ ഇതേപോലെ നീഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ ബീഡ്സ് കോർത്തെടുത്ത് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ ഒരു ത്രെഡിലേക്ക് ഞാൻ ഓരോ ബീഡായിട്ട് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഷുഗർ ബീഡിൻ്റെ ക്ലാസ് കണ്ടവർക്കും അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തവർക്കും ഈ ഒരു ബീഡിൻ്റെ ക്ലാസ് ഈസി ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു ബീഡിൻ്റെ ക്ലാസ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതേപോലെ ഓരോ ബീഡായിട്ട് കോർത്തെടുത്തതിന് ശേഷം അതിൻ്റെ അടുത്ത് നിന്ന് ഇതേപോലെ ചെയിൻ എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷുഗർ ബീഡും ഈ ഒരു ബീഡും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ബീഡിന് നമുക്ക് കുറച്ചൊരു ഷാർപ്പായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ത്രെഡ് കട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ കുറച്ച് ടൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ത്രെഡ് കട്ടായി പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇതേപോലെ നമുക്കിപ്പോൾ ഒരു കട്ട് ബീഡും ഒരു ഷുഗർ ബീഡുമായിട്ട് ഇതേപോലെ കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ബീഡായിട്ട് തന്നെ കോർത്തെടുക്കണം കേട്ടോ. ഈ ഒരു കട്ട് ബീഡിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു കട്ട് ബീഡ് കോർത്തെടുത്തതിന് ശേഷം ഒരു ഷുഗർ ബീഡായിട്ട് നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ബീഡിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ ബീഡ്സായിട്ട് തന്നെ കോർത്തെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഫ്രെയിമിൽ നിന്ന് കഴിച്ചെടുക്കുമ്പോൾ നമുക്കിത് ലൂസായി എടുക്കാനുള്ള ചാൻസ് കൂടുതലാവും. അതുകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം. പിന്നെ നാരോ കട്ട് ബീഡ്സ് വരുന്നേരം നമുക്ക് രണ്ടായിട്ട് കോർത്തെടുത്താൽ പ്രശ്നം വരില്ല. അത് സിംഗിളായിട്ട് വേണമെങ്കിൽ കോർത്തെടുക്കാം, അല്ലെങ്കിൽ രണ്ടെണ്ണം വെച്ചിട്ടാണെങ്കിലും നമുക്ക് കോർത്തെടുക്കാം. പക്ഷേ ഈ ഒരു കട്ട് ബീഡ് വരുന്നത് നമ്മൾ സിംഗിളായിട്ട് തന്നെ കോർത്തെടുക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് നമുക്ക് എൻഡിനോട്ട് എടുക്കാം. ഇതാണ് നാരോ കട്ട് ബീഡ്സ് എന്ന് പറയുന്നത്. ഇത് നല്ല ചെറിയതാണ്. സാധാരണ കട്ട് ബീഡ് ഇതേപോലെയാണ്. അപ്പോൾ ഈ ഒരു കട്ട് ബീഡിന് നോക്കുമ്പോൾ അതിനേക്കാളും നല്ല ചെറുതാണ് ഈ നാരോ കട്ട് ബീഡ്സ് വരുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ബീഡ്സ് വരുന്നത് നമ്മൾ രണ്ടെണ്ണം ഒന്നിച്ച് കോർത്തെടുത്താൽ പ്രശ്നം വരില്ല. അത് സിംഗിളായിട്ട് കോർത്തെടുത്താലും രണ്ടായിട്ട് കോർത്തെടുത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇതേപോലെ നമുക്ക് ഫസ്റ്റ് ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കാണിച്ചെന്ന പോലെ ഇത് അടപ്പൊന്ന് ചെരിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ നീഡിൽ സ്പീഡ് കുത്തി കൊടുത്തിട്ടാണ് ഇതേപോലെ ബീഡ്സ് കോർത്തെടുക്കുന്നത്. എന്നിട്ട് ഇത് രണ്ടെണ്ണം വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കോർത്തെടുത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പിച്ച് തന്നെ കുത്തി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബീഡ്സ് നമ്മൾ അധിക ഡ്രസ്സിലും കാണുന്നതാണ്. കുർത്തിയിലായാലും ബ്രൈഡൽ ബ്ലൗസിലായാലും എല്ലാം കാണുന്ന ഒരു കട്ട് ബീഡാണിത്. നമ്മൾ നല്ലൊരു ഭംഗിയാണ്. ഈ ഒരു കട്ട് ബീഡ്സിനെ കൊണ്ട് വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നാരോ കട്ട് ബീഡ്സ്. അപ്പോൾ ഇതിനെ കൊണ്ടുള്ള ഒരു ഡിസൈൻ ഞാൻ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ബീഡ്സ് സിഗ്സാക്ക് ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. നമ്മൾ ചെറിയ സിഗ്സാക്ക് സ്റ്റിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് ഇതേപോലെ സിഗ്സാക്ക് എടുക്കുന്നത്. ഇതേപോലെ ഒരു കട്ട് ബീഡ് കോർത്തെടുത്തതിന് ശേഷം ചെരിച്ചിട്ട് ആ ഒരു കട്ട് ബീഡിനനുസരിച്ചിട്ട് ഇതേപോലെ ഒരു ചെയിൻ എടുത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു കട്ട് ബീഡ് കൊടുക്കാം. എന്നിട്ട് താഴേക്ക് ഒരു ചെയിൻ എടുക്കാം. എന്നിട്ട് വേറൊരു കട്ട് ബീഡ് കൊടുക്കാം. എന്നിട്ട് മുകളിലേക്ക് ഒരു ചെയിൻ എടുക്കാം. നമ്മൾ സ്മോൾ സിഗ്സാക്ക് സ്റ്റിച്ച് പഠിച്ചിട്ടില്ല അതേപോലെ. അപ്പം ഞാനവിടെ ലോക്ക് സ്റ്റിച്ചൊന്നും കൊടുക്കാതെ ഇതേപോലെ ചെരിച്ച് ഓരോ കട്ട് ബീഡായിട്ട് കോർത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം വർക്ക് നമുക്ക് 2 ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതേപോലെ കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്യാണ്. എന്നിട്ട് ലാസ്റ്റ് എൻഡ് നോട്ട് കൊടുക്കാം. എൻഡ് നോട്ട് കൊടുക്കുന്ന മുമ്പ് നമുക്കൊരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ എൻഡ് നോട്ട് കൊടുത്തെടുക്കാൻ. ഞാനിതിനെ ഒരു ഡിസൈനിൽ ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് നാരോ കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നോർമലായിട്ടുള്ള കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നാരോ കട്ട് ബീഡ് വെച്ച് ചെയ്യുക. കാരണം അത് കുറച്ച് ടഫാണ് കേട്ടോ സാധാ കട്ട് ബീഡിനെ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് കോർത്ത് കൊടുക്കാം. ഇതേപോലെ കോർത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഹോൾഡ് ചെയ്ത് പിടിക്കാനൊക്കെ ഈ ഒരു കട്ട് ബീഡിൻ്റെ കുറച്ച് ടഫാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. ഇതേപോലെ നമുക്ക് കോർത്തെടുക്കാം. പിന്നെ ഷുഗർ ബീഡിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമുക്ക് ഇതേപോലെ കെർവ് വരുന്നിടത്ത് ഓരോ ബീഡ് വെച്ചിട്ട് വേണമെങ്കിൽ കോർക്കാൻ. ഞാനിവിടെ 2 ബീഡ് വെച്ചിട്ട് തന്നെ കോർക്കുകയാണ്. നിങ്ങൾ ഓരോ ബീഡ് വെച്ചിട്ട് കോർത്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതേപോലെ ഇവിടെ ഒരു ഷാർപ്പ് എഡ്ജ് വന്ന് അപ്പോൾ നേരെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകരുത് കേട്ടോ. അവിടെ നമ്മളൊരു ചെറിയ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വീണ്ടും ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വേണം
പിന്നെ ഇതേപോലെ 2 ബീഡായിട്ട് കോർത്തിട്ട് നമുക്ക് ഈ ഒരു ലവിൻ്റെ ആകൃതി കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ചെറിയ ലവ് 3 എണ്ണം നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വലിയ ലവിലേക്ക് പോകാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യുന്നത് പോലെ നമ്മളിപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ ഇതേപോലെ ലവിൻ്റെത് അവസാനിപ്പിച്ച് അവിടെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എൻഡ് നോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻഡ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ താലുള്ള ത്രെഡ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് താലുള്ള ത്രെഡ് വരുന്നത്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഈ ചെറിയ ലവ് സ്റ്റിച്ച് ചെയ്ത് പോകാം. അല്ലെങ്കിൽ ആ ഒരു ത്രെഡിനനുസരിച്ച് നമുക്ക് ഈ ഒരു വലിയ ലവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടുന്ന് ചെറിയ 2 ലവും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ തന്നെ നാരോ കട്ട് ബീഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറൊരു കളറാണ്. എന്നിട്ട് 2 എണ്ണം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കമൻസിൽ ഒരുപാട് ആൾക്കാർ ഓരോ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഞാനൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കാരണം എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആക്കിയിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഈ ഒരു വലിയ ലവിൽ ഞാൻ എങ്ങനെ ഷാർപ്പ് എഡ്ജ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഇതേപോലെ നമ്മൾ കോർത്തെടുത്തിട്ട് നമുക്ക് ആ ഒരു കോണിൽ വരുന്നേരം അവിടെ നിർത്തിയിട്ട് അവിടെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ലൈന് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വീണ്ടും ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തുന്നി വരികയാണെങ്കിൽ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ ഒരു ഷാർപ്പ് എഡ്ജ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കർവിനനുസരിച്ചിട്ട് ഇതേപോലെ നമുക്ക് കോർത്തെടുക്കാം. അപ്പോൾ നമ്മൾ വരച്ചതിനനുസരിച്ച് നീഡിൽ കൊണ്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയാവും. ഇതേപോലെ ആക്കി നമുക്കിവിടെ നിർത്തുക. അപ്പം ഇവിടെ നിർത്തി അതിന് എൻഡ് നോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ലവ് ചെയ്യാനുള്ള ബീഡ്സ് കോർക്കാനുള്ള സ്ഥലം ഒഴിവാക്കിയിട്ട് വേണം നമുക്കവിടെ എൻഡ് നോട്ട് കൊടുക്കാൻ. എന്നിട്ട് അടുത്ത ലവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നിർത്തിയെടുത്ത് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 വശത്തായിട്ട് എൻഡ് നോട്ട് ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഈ ഒരു കോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ നമുക്ക് ഇതേപോലെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് 2 ബീഡ്സായിട്ട് ഇതേപോലെ നമുക്ക് കോർത്തെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ 2 ബീഡ്സായിട്ട് കോർത്തെടുക്കാം. എന്നിട്ട് നമ്മൾ വരച്ചതിനനുസരിച്ച് കോർത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വരച്ച ലാസ്റ്റ് വരെ ബീഡ്സ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാനിതാ ഈ ഒരു ലൗണ്ട് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് എൻഡ് നോട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്ററിലുള്ള ലവ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു നൂല് ലാസ്റ്റ് ചെയ്യുന്നിടത്ത് നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു കോണിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരാം. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട മുമ്പത്ത് ചെയ്ത ഈ ഒരു ലവിൻ്റെ ഉള്ളിൽ നിന്ന് വേണം കേട്ടോ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഇതേപോലെ നമുക്ക് 2 ബീഡ്സായിട്ട് കോർത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ സാധാ കട്ട് ബീഡ് വെച്ചിട്ട് പല ഷേപ്പുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം ഈ ഒരു നാരോ കട്ട് ബീഡ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ നാരോ കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിർത്തിക്കളയരുത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം ഈ ഒരു ബീഡ്സിൻ്റെ വർക്ക് നമ്മൾ അധിക ഡ്രസ്സിലും ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും പഠിച്ചെടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ടഫാന്ന് ചോദിച്ചാൽ ഒഴിവാക്കാതെ നിങ്ങൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് ഈ ഒരു ലവ് ഞാൻ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്യാണ്. ആ ഒരു ഷാർപ്പ് എഡ്ജ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ തന്നെയാണ്, നമ്മൾ ഷുഗർ ബീഡിൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ സെയിം തന്നെയാണ് കേട്ടോ ഇത് ചെയ്തത്. ബീഡ്സ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ലാസ്റ്റ് ഇതേപോലെ എൻഡ് നോട്ട് വരുന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫസ്റ്റ് ചെയ്ത ലവിൻ്റെ ഉള്ളിലേറ്റാണ് നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടെ എൻഡ് നോട്ട് ചെയ്യുന്നത് കേട്ടോ.